ഹബീബിന്റെ മുമ്പിലേക്ക് അതാ വരുന്നു ഹിന്ദ് റളിയല്ലാഹു അൻഹ. ഹിന്ദ് ബിൻത് ഉത്ബ, ഉത്ബ എന്ന നബി തങ്ങളുടെ ശത്രുവിന്റെ മകൾ. എന്നാൽ ഹബീബായ നബി തങ്ങളോട് വിശ്വസിക്കുകയും ഇസ്ലാമിന്റെ ശത്രുവായി ഒരുപാട് കാലം ജീവിച്ച് അവസാന കാലം മുസ്ലിമത്തായി മാറിയ ഹിന്ദ് ബിൻത് ഉത്ബ റളിയല്ലാഹു അൻഹ മഹദി ഖുറൈശികളിലെ തറവാട്ട് വീടിൽ ഏറ്റവും മാന്യമായ വീട്ടിൽ ജനിച്ചവരാണ്. ഹിന്ദ് റളിയല്ലാഹു അൻഹ അബൂ സുഫിയാന്റെ ഭാര്യയായിരുന്നു. റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയും ഭർത്താവും മുസ്ലിമാകുന്നത് ഇസ്ലാമിന്റെ അവസാന കാലഘട്ടത്തിലാണ്, ഹബീബിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം. ബീവി വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന അബാ സുഫിയാൻ റജുലുൻ ശഹീഹുൻ, അബൂ സുഫിയാൻ പിശുക്കനാണ് നബിയെ, പിശുക്കനാണ്. ഫഹൽ ആഖുദു മിൻ മാലിഹി, അബൂ സുഫിയാന്റെ സമ്പത്തിനെ കെടുക്കാൻ പറ്റുമോ നബിയെ? ഗീബത്ത് പറയാൻ പറ്റുമോ ഭർത്താവിനെ കുറിച്ച് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് ആലിമീങ്ങൾ ഈ ഹദീസ് ഉദ്ധരിക്കാം. ഭർത്താവ് ചെലവിന് തരൂല, മക്കൾക്കും ചെലവിന് കൊടുക്കൂല, ഭാര്യയ്ക്കും ചെലവിന് കൊടുക്കൂല, വീട്ടിലെ ഒരു കാര്യം ചെയ്യില്ല, ആളെ കയ്യിലാണെങ്കിലോ കാശുണ്ട് താൻ. അങ്ങനത്തെ ഒരവസ്ഥയിൽ ആ വിഷയം പരാതിപ്പെടാൻ വേണ്ട വാക്കാണിത്. അതുകൊണ്ട് ഇത് ഗീബത്തിന്റെ കുറ്റമല്ല, കാരണം അവകാശം അവർക്ക് ജീവിക്കണ്ടേ. അങ്ങനെയാണ് ഹിന്ദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്, നബിയേ ഇന്ന അബാ സുഫിയാൻ റജുലുൻ ശഹീഹുൻ. വലിയ തറവാട്ടുകാരുണ്ടാവും പല നാട്ടിലും, വലിയ പിശുക്കന്മാരായിരിക്കും, നല്ല പൈസ ഒക്കെ ഉണ്ട്, പക്ഷെ ആ പഴയ മിസ്കീന്മാരെ പോലെ ജീവിക്കുള്ളൂ. കാശുള്ളത് ഒരാൾക്കെറ്റ അറിയും, അവർക്കും ഉപകാരമില്ല, മക്കൾക്കും ഉപകാരമില്ല, മരിച്ചു കഴിഞ്ഞ അനന്തരം ഒരു രക്ഷ കിട്ടും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. മുത്തുനബിയോട് ഹിന്ദ് ബീവി റളിയല്ലാഹു അൻഹ, നബിയേ എനിക്കും എന്റെ മക്കൾക്കും ചെലവിന് പോലും തരുന്നില്ല അബൂ സുഫിയാൻ. ഇയാളാണെങ്കിലോ ഖുറൈശികളുടെ നേതാവാണ് അബൂ സുഫിയാൻ എന്നവർ റളിയല്ലാഹു അൻഹു. കുറെ കാലം അങ്ങനെ തന്നെ ഉഹദിൽ മുസ്ലിം എതിർപക്ഷത്തിന്റെ നേതാവാണ്, അല്ലേ? ഖന്തഖിൽ, ഹുനൈനിൽ ഹുനൈനക്കായപ്പോഴേക്കും മനംമാറ്റമുണ്ടായി. പക്ഷേ ബദർ യുദ്ധം ഉണ്ടാകാൻ കാരണമായത് അബൂ സുഫിയാന്റെ സംഭവം. ഉഹദിൽ അബൂ സുഫിയാൻ മുസ്ലിം എതിർപക്ഷത്ത്, ഖന്തഖിൽ എതിർപക്ഷത്തിന്റെ നേതാവ്. ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഇസ്ലാമിനെതിരെ അബൂ സുഫിയാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം മുസ്ലിമാകുന്നതോടുകൂടെ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു, അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനത്തെ വലിയ നേതാവാണ്, പക്ഷെ പിശുക്കനാണ്. പിശുക്കാണെങ്കിലോ നബി തങ്ങൾക്ക് ഇഷ്ടമല്ല. ഖുർആൻ പറയാറുണ്ട്, ഖുർആനിന്റെ വചനമാണത്. പിശുക്കില്ലാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സ്വഭാവമാണ്. പിശുക്കാതിരിക്കുക, അള്ളാഹ് നിഅമത്ത് തന്നവർ അള്ളാന്റെ വഴിക്ക് ചെലവഴിക്കണം, പാവപ്പെട്ടവർക്ക് കൊടുക്കണം, വീട്ടുകാർക്ക്, അഹ്ലു അഹ്യാൽ നമ്മുടെ ബന്ധുക്കൾക്ക്, ആശ്രിതർക്ക് കൊടുക്കണം. ജനങ്ങൾ അൽ ബഖീലു ബഈദും മിനല്ലാഹ് ബഈദും മിനന്നാസ് ഖരീബുൻ ഇലന്നാർ, അങ്ങനെ തന്നെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശുക്കന്മാർ അള്ളാന്റെ അടുത്തുനിന്ന് ദൂരെയാണ്, ജനങ്ങളുടെ അടുത്തുനിന്നും ദൂരെയാണ്. അങ്ങനല്ലേ പറയാ? മൂപ്പരടുത്ത് പോയി നോക്കിയാലോ, ആള് വല്ലതും കൊടുത്ത ചരിത്രമുണ്ടോ? അവിടെ പോകേണ്ട, വെറുതെ ടൈമുകളെ ഉണ്ടെന്ന് പറയും. ജനങ്ങൾക്കും വെറുപ്പാണ്, അള്ളാഹ്ക്കും വെറുപ്പാണ്, പിന്നെ നരകത്തിനോട് വളരെ അടുത്തിരിക്കുന്ന ആളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സുഫിയാന്റെ സമ്പത്ത് അബൂ സുഫിയാന്റെ സമ്മതമില്ലാതെ എനിക്ക് എടുക്കാൻ പറ്റുമോ നബിയേ എന്ന് ചോദിക്കുന്നു ഹിന്ദ് റളിയല്ലാഹു അൻഹ. ഭർത്താക്കന്മാരുടെ കീശയിൽ നിന്ന് കിട്ടുന്നതൊക്കെ അടിച്ചു മാറ്റുന്ന പെണ്ണുങ്ങളുണ്ടാവും, അല്ലെ? ജോലി കഴിഞ്ഞ് വരുമ്പോ എത്രയാ പൈസ ഉള്ളത്, പോക്കറ്റിൽ എത്രയാ, പാൻസിന്റെ പോക്കറ്റിൽ എത്രയാ, ഷർട്ടിൽ എത്രയാ, കന്തൂറിന്റെ പോക്കറ്റിൽ എത്രയാ ഉള്ളത്, ഇതൊന്നും അറിയാണ്ട് വാഷ് ചെയ്യാൻ ചെണ്ടി കൊടുക്കും. അത് മെല്ലെ എടുത്തിട്ട് ഒരുപ്പിച്ചു കൂട്ടി എന്ത് ചെയ്യും അവര്? എന്തെങ്കിലുമൊക്കെ നല്ല കാര്യത്തിന് ചിലപ്പോൾ ചെലവഴിച്ചെന്നൊക്കെ വരും. അത് പറ്റോ പറ്റില്ലേ? ഭർത്താവിന്റെ സമ്പത്ത് ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ എടുക്കാൻ പറ്റുമോ ഇല്ലയോ? ഭർത്താവ് നിർബന്ധമായും ചെയ്യേണ്ട ചെലവ് കൊടുക്കേണ്ട വിഷയം ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ ചെലവിനാവശ്യമായത് മാത്രം ചോദിക്കാതെ എടുത്താൽ കുഴപ്പമില്ലെന്നാണ് നബി തങ്ങൾ പറയുന്നത്. അല്ലാത്തത് സമ്മതമില്ലാതെ എടുക്കാൻ പാടില്ല. സമ്മതം വാങ്ങിച്ചു വെക്കണം. ലൈഫ് ടൈം സമ്മതമൊക്കെ വാങ്ങിച്ചു വെച്ച ആളുകളുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ എടുക്കണതൊക്കെ വൃത്തപ്പെട്ടേക്കണേ. അപ്പൊ ചിലർ ആദ്യത്തെ വൃത്തപ്പെട്ടു എന്ന് പറയും. അപ്പൊ വിചാരിക്കും 100 പേര് കൊടുക്കുന്നുണ്ടാവാം, പിന്നെ 500 2000 5000 10,000 പിന്നെ ഭർത്താവ് അവളോട് കടം വാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ പറ്റിക്കരുത്.
ഒരു ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ പറയാ. ഇങ്ങനത്തെ ഏകദേശം ഒരു സംഖ്യയുടെ ഒരു നിലവാരം വെച്ചിട്ടല്ലേ പറയാ. അത്രയൊക്കെ ആണെങ്കിൽ എടുത്തോ, സാരമില്ല. മുത്തുനബി തങ്ങൾ മറുപടി കൊടുക്കുന്നു, ഖുദീ മാ യക്ഫീകി വവലദകി ബിൽ മഅറൂഫ്. ഹബീബിന്റെ വാക്ക് നോക്കണം. ഹിന്ദേ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും ആവശ്യമായത് അത്ര നിങ്ങൾ മാന്യമായിട്ട് നിങ്ങൾക്കെടുക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ആവശ്യമായത് മാത്രം, അതിലേറെ ചെയ്യരുത്. അത് ചോദിക്കാതെ തന്നെ എടുക്കുന്നത് കൊണ്ട് വിരോധമില്ലെന്ന് ഹിന്ദ് ബീവിയോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا.